പ്രതിപക്ഷം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഭരണപക്ഷത്തിരുന്നുകൊണ്ട് ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് എമ്മിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ നൂറുകൂട്ടം കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് ഇതൊരു സമരമോ അല്ലെങ്കിൽ ഒരു ആരോപണത്തിനെതിരായിട്ടുള്ള ഒരു ഒരു പ്രതിഷേധമോ ഒന്നുമല്ല. പക്ഷെ കൃത്യമായി ഓരോ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് അതിനൊരു പരിധിവരെ പരിഹാരം കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നെടുക്കുകയാണെങ്കിൽ ബഫർ സോണുമായി ബന്ധപ്പെട്ട് ആ ബഫർ സോണുമായി എത്രയോ വലിയ ചർച്ചകളാണ്. ചാനലുകളെല്ലാം നിങ്ങളെല്ലാവരും ആ ചർച്ചകളിലൊക്കെ പങ്കെടുത്തതാണ്. പക്ഷേ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇടപെട്ടത് കേരള കോൺഗ്രസ് എമ്മാണ്. ഇത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നുള്ളതല്ല. പക്ഷേ ഇത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അതിന് വ്യക്തമായി ഇവിടെ വൈസ് ചെയർമാൻ ശ്രീ തോമസ് ചാഴികാടൻ ഇവിടെ ഉൾപ്പെടെ ഞാനും അദ്ദേഹവും അതേ ലോക്സഭാ അംഗമായിരുന്ന ആ ഘട്ടത്തിൽ ഒരുമിച്ച് പോയി അവിടെ ഒരു എംപവർ കമ്മിറ്റിയെ കണ്ട് അവിടെ ഞങ്ങൾ ഇതിന്റെ റിപ്പോർട്ട് 42 പേജുള്ള റിപ്പോർട്ട് കൊടുത്തു. എംപവർ കമ്മിറ്റിയാണ് ആരെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് അതിനുള്ള നിർദ്ദേശം കൊടുക്കേണ്ടത്. അത് മാത്രമല്ല, നിയമസഭയിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലേക്ക് വന്നപ്പോൾ ഇത് റിമോട്ട് സെൻസിംഗിലല്ല ഇതിന്റെ ഇൻവെന്ററി എടുക്കേണ്ടത്, പക്ഷേ ഇത് എടുക്കേണ്ട ഫിസിക്കൽ വെരിഫിക്കേഷൻ ആണെന്ന് പറയുകയും അതനുസരിച്ച് കേരള കോൺഗ്രസിന്റെ ആവശ്യം അനുസരിച്ച് അത് പിന്നെ പ്രതിപക്ഷത്തിന്റെ ആവശ്യം കൂടി ആയിപ്പോയി. പ്രതിപക്ഷം പറഞ്ഞു, ഇതേ കേരള കോൺഗ്രസ് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങളിത് മാറ്റുന്നത് പോലും പ്രതിപക്ഷ നേതാവ് അസംബ്ലിക്കകത്ത് ചോദിച്ചു. അപ്പൊ അതിൽ ഒരു മാറ്റം വരികയും ഒരു പരിധി വരെ പരിഹരിക്കാനും കഴിഞ്ഞു. ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വന്യമൃഗത്തിന്റെ അക്രമവുമായി ബന്ധപ്പെട്ട് അവിടെ കൃത്യമായി ഏറ്റവും ആദ്യമേ ഇപ്പോഴും ഒരു രാഷ്ട്രപ്രസ്ഥാനം മാത്രമല്ലേ പറഞ്ഞുള്ളൂ, ഒരു വന്യമൃഗം അക്രമകാരിയായ ഒരു വന്യമൃഗം പുറത്തേക്ക് വരുമ്പോൾ അതിനെ വെടിവെച്ചിക്കണം, വനത്തിൽ നിന്ന് വന്ന് പുറത്തേക്ക് വന്ന് തന്നെ വെടിവെച്ച് വീഴ്ത്തണം എന്ന് പറഞ്ഞത് കേരള കോൺഗ്രസ് പാർട്ടി. ഞാൻ പറയുകയുണ്ടായി, അത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, 2-3 വർഷക്കാലം മുമ്പ് അന്ന് ഒത്തിരി പ്രതിഷേധങ്ങളുണ്ടായി, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ അവിടെ ഒന്നും സംസാരിക്കരുത്. അപ്പോൾ അത് വന്നപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഈ പറഞ്ഞ കേന്ദ്രത്തിന്റെ നിയമമാണ്, കേന്ദ്രത്തിൽ ഈ എല്ലാവരും ഒരുമിച്ച് MLA-മാർ ഒരുമിച്ച് പോയി അവിടുത്തെ കേന്ദ്ര വനവകുപ്പ് മന്ത്രിയെ കണ്ടു. ഞാൻ അതിലേക്ക് ഡീറ്റെയിലേക്ക് വന്ന് 1.25 മണിക്കൂർ സംസാരിച്ചു. ഇവിടെ ഒരു നിയമ ഭേദഗതി ഉണ്ടാകണം, അതല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ വേണം. ആ ഡയറക്ഷൻ എന്താണ്? അത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ 65 സെക്ഷൻ പ്രകാരം ഒരു ഡയറക്ഷൻ കൊടുക്കാം. വന്യ അക്രമകാരികളായ വന്നു കഴിഞ്ഞാൽ അതിനെ വെടിവെച്ച് വീഴ്ത്താനോ അതിനെ കൊലപ്പെടുത്തിയാൽ കേസെടുക്കാൻ പാടില്ല എന്നുള്ളത്. അത് മതി, അത് ഡയറക്ഷൻ കൊടുക്കാം. ആ ഡയറക്ഷൻ കൊടുക്കാത്തതിന്റെ ഫലമാണ് കോട്ടയം ജില്ലയിൽ കനമനയിൽ കാട്ടുപോത്ത് വന്ന് 2 കർഷകനെ കുത്തിക്കൊന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് പോലും ഓർഡർ ഇടാൻ പറ്റിയില്ല. അതെന്താണ്? വെടിവെക്കാൻ പറഞ്ഞിട്ട് മന്ത്രി ഉൾപ്പെടെ, ബഹുമാനായ കോട്ടയം ജില്ലയുടെ മന്ത്രി ഉൾപ്പെടെ കളക്ടർ ഉൾപ്പെടെ അവിടെ ഇരുന്ന് പ്രഖ്യാപിച്ചിട്ട് പറ്റാത്തത് കേന്ദ്രത്തിന്റെ ഈ നിയമം ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ആ നിയമം പരിഹരിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊരു തീർച്ചയായും ഇടപെടൽ കേരള കോൺഗ്രസ് എമ്മിന് വളരെ ഒരു പങ്കുണ്ട്. ഇനി അത് പ്രസിഡന്റ് അത് സൈൻ ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാലും അതൊരു അല്പ ആശ്വാസം എന്നാണ്, മുഴുവൻ ആശ്വാസമായെന്ന് ഞാൻ പറയില്ല. രണ്ടാമത്തെ കാര്യം വനഭേദഗതി. മൂന്നാമത്തെ കാര്യം വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ തന്നെ കൊണ്ടപ്പോൾ ഭരണത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ ഭരണത്തിലിരിക്കുക, അപ്പോൾ അത് കർഷകർക്കെതിരായിട്ട് വരും എന്ന് പറഞ്ഞ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഞങ്ങളാണ് ആദ്യമേ ചൂണ്ടിക്കാണിച്ചത്. ഡെലിഗേഷനായി മന്ത്രി ഉൾപ്പെടെയുള്ള ഇവിടെയുള്ളവരെ പോയി അവിടെ കണ്ടു, അത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞു, അത് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിന്റെ വ്യവസ്ഥകൾ വായിച്ചു നോക്കിയപ്പോൾ വ്യവസ്ഥകളിൽ കുഴപ്പമില്ല, പക്ഷെ എന്താണ് കുഴപ്പം? ആ റൂൾ കൊണ്ടുവന്നാൽ അതിനെ മിസ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിലേക്കായി അത് നമ്മൾ മാറ്റിച്ചു വെക്കുകയുണ്ടായി. പട്ടയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ പറയുന്ന ഇടുക്കി മേഖലയിലെ നിയമ ഭേദഗതി കൊണ്ടുവരേണ്ട വന്നു. ആ നിയമ ഭേദഗതി കൊണ്ടുവരാൻ പൈലറ്റ് റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ പൈലറ്റ് ചെയ്ത് നിയമ ഭേദഗതി കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അവിടെ ഒരു മുദ്രാവാക്യം 3 വർഷക്കാലം മുമ്പ് ഞങ്ങൾ കൊണ്ടുവന്നു. അവിടെ കർഷകന് ഉപാധിരഹിത സർവസ്വതന്ത്ര ഭൂമി കർഷകന്റെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് കേരള കോൺഗ്രസ് ആണ്. ഇപ്പോഴും ആ മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോവുകയാണ്. അതുപോലൊപ്പം തന്നെ റബ്ബറിന്റെ കാര്യം നമുക്കറിയാം. കോട്ടയവുമായി ബന്ധപ്പെട്ട് റബ്ബർ 150 രൂപയായിരുന്നു സപ്പോർട്ട് പ്രൈസ്, അത് 180 ആക്കി. ഞങ്ങൾ പറഞ്ഞു 250 ആക്കണം. പക്ഷേ നമുക്കറിയാം സാമ്പത്തികമായ ഞെരുക്കം കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് അതിപ്പോൾ നമ്മൾ 200 രൂപയാക്കി. അതിലും
കേരള കോൺഗ്രസിന്റെ ഒരു ഇടപെടൽ ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ വന്യമൃഗത്തിന്റെ അരിക്കൊമ്പന്റെ വിഷയം ഇങ്ങനെ നിരന്തരമായി ഇതൊക്കെ ചാനലുകളിൽ മീഡിയക്കകത്ത് മാസങ്ങളോളം നിന്ന വിഷയങ്ങളാണ്. ഇടപെട്ടിട്ട് അതിന് പരിഹാരം കാണുക. EWSുമായി ബന്ധപ്പെട്ട് മുന്നോക്കക്കാരിൽ പിന്നോക്കം നിൽക്കുന്ന ആ 10% സംവരണവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം ഈ പറയുന്നത് കൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച ചെയ്യുന്ന വിഷയം ഒരുപക്ഷെ ഈ പറയുന്ന നമ്മുടെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട അല്ലേ, ഇവിടെ സമരങ്ങൾ നടന്നു, സഭയുടെ നേതൃത്വം നടന്നു. അപ്പോൾ അവിടെ NSSന് അവിടെ അധ്യാപക നിയമനം അവിടെ കൊടുക്കാൻ സുപ്രീം കോടതി പോയി കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്കും കിട്ടുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ വന്നു. ഞാനും ചോദിച്ചു. പക്ഷെ അതിലേക്ക് നിയമത്തിലേക്ക് പോയപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞു സമാനമായ കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ സുപ്രീം കോടതിയുടെ അനുവാദത്തോടു കൂടിയേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ അടുത്ത് ഞങ്ങൾ പോയി. ഇവിടെ ഓർക്കുന്നുണ്ടാവും, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചങ്ങനാശ്ശേരിയിൽ വന്നതും അതുകൂടാതെ സർക്കാരിന്റെ അടുത്ത് ചർച്ചകൾ നടത്തി സർക്കാരിനോട് അനുകൂലമായ ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതി കൊടുക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അവിടെ SLP എന്ന് പറഞ്ഞ ഇൻഡിവിജ്വലായ അധ്യാപകർ സുപ്രീം കോടതി പോയി എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു ഇത് ചെയ്യാം, പക്ഷേ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറഞ്ഞിട്ട് അനുവാദം മേടിച്ചിട്ടേ പോകാവൂ, അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരും. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ ആ കേസ് നിൽക്കുകയാണ്. പക്ഷെ ആ കേസ് ഇത് ഡിലേ ചെയ്ത് കാരണം ഇത്രയും പേർക്ക് നോട്ടീസ് അയക്കണം. അതുകൊണ്ട് തന്നെ ഈ അടുത്ത ദിവസവും ഞാൻ ഇതിന്റെ നിയമവകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രിയായി കണ്ടു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു സ്റ്റാൻഡിംഗ് കൗൺസിലുമായി ബന്ധപ്പെട്ട് ഈ കേസ് എത്രയോ അഡ്വാൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും അഡ്വാൻസ് ചെയ്യണം എന്ന് പറയുകയുണ്ടായി. ഞാൻ സൂചിപ്പിച്ചത് ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാതെ എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ട. പക്ഷേ ഇത് സുപ്രീം കോടതിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതിനകത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ജനങ്ങളിൽ അല്ലെങ്കിൽ അധ്യാപകരിൽ അല്ലെങ്കിൽ ഇതിന്റെ പ്രസ്ഥാനങ്ങളിൽ ഇത് കൃത്യമായ ഒരു മെസ്സേജ് അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.